രജിസ്ട്രാർ പോരിൽ ഭരണപ്രതിസന്ധി തുടരുന്ന കേരള സർവകലാശാലയിൽ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ മുതൽ കോഴ്സുകളുടെ അംഗീകാരം വരെയുള്ള 2500 ഫയലുകളാണ് തീരുമാനമാകാതെ കിടക്കുന്നത്. UDF-ലെ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധിച്ചു. കേരള സർവകലാശാലയിലെ 2500 കടന്നു. നിരവധി അക്കാദമിക് കോഴ്സ് അംഗീകാരത്തിനുള്ള ഫയലുകൾ, അധിക പ്ലാൻ ഫണ്ട് അനുവദിക്കാനുള്ള അപേക്ഷകളടക്കം കെട്ടിക്കിടക്കുന്നു. അഫിലിയേറ്റഡ് കോളേജുകളിലെ നിരവധി കോഴ്സുകൾക്കുള്ള അംഗീകാരം, അധ്യാപകരുടെ കരിയർ അഡ്വാൻസ്മെന്റ് സ്കീം, പ്രൊമോഷൻ ഫയലുകൾ ഉൾപ്പെടെ തീർപ്പാക്കുന്നില്ല. സർവകലാശാലയിൽ ഫയലുകൾ കുന്നുകൂടുമ്പോഴും അധികാരം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാല ആസ്ഥാനത്തെത്തിയിട്ട് 2 ആഴ്ച പിന്നിട്ടു. രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പിടുന്ന ഫയലുകൾ മോഹനൻ കുന്നുമ്മൽ മടക്കി അയക്കുകയാണ്. ഇതിനിടെ സർവകലാശാലയിലെ ഭരണസ്തംഭനത്തിൽ UDF-ലെ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങൾ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ചു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി ഇടപെടാതിരിക്കുന്നത്, എന്തുകൊണ്ടാണ് സർക്കാർ ഇടപെടാതിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് സർക്കാരിനെതിരായി കേരളത്തിൽ ഉയർന്നു വരുന്ന ജനരോഷത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ഇത് എല്ലാ കാലങ്ങളിലും ഉള്ളതാണ്. ഒരു സിൻഡിക്കേറ്റ് അംഗവും 12 സെനറ്റ് അംഗങ്ങളുമാണ് UDF-നുള്ളത്. 24 തിരുവനന്തപുരം.